ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ഒരു ഊണ്. സ്റ്റേ ഹെൽത്തി. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെള്ളരിക്ക മുരിങ്ങയില പച്ചടിയാണ്. വളരെ ഹെൽത്തിയാണ്. ഇതിൽ കൂടുതൽ ഇൻഗ്രീഡിയൻസ് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണണേ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നിന്ന് മുരിങ്ങയിലയുടെ ഒരു 3 തണ്ട് ഞാൻ പറിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് നമ്മുടെ ടെറസിലേക്ക് പോവാം. അവിടെ കുറച്ച് പച്ചക്കറി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ടെറസ്. ഇപ്പോൾ നല്ല കാറ്റ് വീശുന്നുണ്ട്, മഴ പെയ്യാനായിട്ട് നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ പച്ചക്കറിയൊക്കെ നമുക്ക് ഒന്ന് നോക്കാം. ഇവിടെ നമുക്ക് ആദ്യം കിട്ടിയേക്കുന്നത് ഒരു ചെറിയൊരു കണി വെള്ളരിയാണ്. ഇത് തനിയെ വളർന്ന് വന്നതാണ്. നമ്മൾ ആദ്യം വിചാരിച്ചത് ഇത് തണ്ണിമത്തനാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇത് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കണി വെള്ളരിയാണ്. പിന്നെ ഇനി നമുക്കുള്ളത് കുറച്ച് വഴുതനങ്ങയാണ് കേട്ടോ. വഴുതനങ്ങ ഒരു 5 or 6 ഒക്കെ വഴുതനങ്ങയൊക്കെ നന്നായി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇന്ന് വഴുതനങ്ങ വെച്ചൊരു മെഴുക്ക് വരട്ടി ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഊണ് കംപ്ലീറ്റ് ഓർഗാനിക് ആണ്. നമ്മുടെ വീട്ടിലുണ്ടായ പച്ചക്കറിയൊക്കെ വെച്ചാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണണം, സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ ഈ വഴുതനങ്ങയൊക്കെ ഒരു കത്രിക വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. പച്ചക്കറികളിലെ രാജാവ് എന്നറിയപ്പെടുന്നതാണ് നമ്മുടെ ഈ വഴുതനങ്ങ. കത്തിരിക്ക, മുട്ടച്ചെടി എന്നൊക്കെയാണ് ഇതിൻ്റെ വിളിപ്പേരുകൾ. അങ്ങനെ ഊണിന് ആവശ്യമായിട്ടുള്ള വഴുതനങ്ങ കിട്ടിയിട്ടുണ്ട്. അമ്മ ഇവിടെ കുറച്ച് കാന്താരിമുളകൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടി നമുക്ക് കറികളിലേക്ക് ചേർക്കാം. ഇത്രയാണ് കിട്ടിയേക്കുന്നത്. ഇനി നമുക്കിത് നല്ല കഴുകി വൃത്തിയാക്കി വേഗം തന്നെ ക്ലീൻ ചെയ്തെടുക്കാം. പച്ചക്കറി എല്ലാം വെള്ളം ഒഴിച്ച് കഴുകിയെടുത്തതിന് ശേഷം നമ്മുടെ കണിവെള്ളരി നമുക്കൊന്ന് കട്ട് ചെയ്ത് അതിൻ്റെ പുറത്തെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് അതിൻ്റെ ഉള്ളിലെ കുരുവൊക്കെ ഒന്ന് വൃത്തിയാക്കാം. അതിനുശേഷം അത് ചെറിയ ക്യൂബ്സായിട്ട് ഞാൻ അരിഞ്ഞെടുക്കുന്നുണ്ട്. ആകെ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു കറിക്കുള്ളതാണിത്. അങ്ങനെ ഒരു കപ്പോളം വെള്ളരിക്ക കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി പച്ചടിയാക്കാനായിട്ട് ഒരു ചട്ടി ചൂടായതിന് ശേഷം അരിഞ്ഞു വെച്ച വെള്ളരിക്കയും 3-4 കുഞ്ഞുള്ളിയും 2 പച്ചമുളകും കറിവേപ്പിലയും 1 ഗ്ലാസ് വെള്ളവും അല്പം ഉപ്പും ചേർത്ത് നമുക്ക് വേവിക്കാൻ വെക്കാം. അരപ്പിനാവശ്യമായി നമുക്ക് 1 കപ്പ് ചിരകിയ തേങ്ങ, 1 കപ്പ് തൈര്, 4 പച്ചമുളക്, 1/2 ടീസ്പൂണോളം കടുക്, 1 ഗ്ലാസ് വെള്ളവും ചേർത്ത് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കാം. വെന്ത് വന്ന വെള്ളരിക്കയിലേക്ക് നമ്മുടെ ഈ കൂട്ട് ഒഴിച്ച് യോജിപ്പിക്കാം. അതിന് മുമ്പായിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. ഒഴിച്ചതിന് ശേഷം നന്നായി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കുക. 2 മിനിറ്റിന് ശേഷം നമുക്ക് 1 കപ്പോളം തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്നുകൂടെ നന്നായി നമുക്കൊന്ന് യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് കടുക് പൊട്ടിച്ചിടാം. അതിനായി ഒരു പാൻ ചൂടാക്കി 2 ടീസ്പൂൺ എണ്ണയിലേക്ക് 1 ടീസ്പൂൺ കടുക് പൊട്ടിച്ച് കുഞ്ഞുള്ളി അരിഞ്ഞതും 2 വറ്റൽമുളകും പിന്നെ 1 കൈപ്പിടിയോളം നമ്മുടെ മുരിങ്ങയിലയും കൂടി ഇട്ട് നമുക്ക് നന്നായി റോസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ പച്ചടിയിലേക്ക് ചേർക്കാം. അങ്ങനെ വളരെ പോഷകഗുണങ്ങളും രുചിയുമുള്ള നമ്മുടെ വെള്ളരിക്ക മുരിങ്ങയില പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമ്മുടെ വഴുതനങ്ങയൊക്കെ ഒന്ന് അരിഞ്ഞു കൂട്ടിയെടുക്കാം. ഇപ്പോൾ ഞാൻ എല്ലാം അരിഞ്ഞു കൂട്ടിയെടുത്തിട്ടുണ്ട്. ഈ വഴുതനങ്ങ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ അപ്പോൾ തന്നെ ഒരു പാത്രം വെള്ളത്തിലേക്ക് വേണം ഇടാൻ കേട്ടോ. ഇപ്പോൾ തന്നെ ഇതിൽ 2 കളറ് കാണാം. ഒരു സൈഡ് ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഒരു പാത്രം എടുത്ത് അതിലേക്ക് വെള്ളം ഒഴിച്ച് അതിലേക്ക് നമ്മുടെ വഴുതനങ്ങ ഇട്ട് വെക്കാം. ഇനി വഴുതനങ്ങ മെഴുക്ക് പുരട്ടി ആക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചട്ടി ചൂടാക്കുക, അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള കാന്താരിമുളകാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇടുന്നത്. കാന്താരിമുളകും കുഞ്ഞുള്ളിയും കറിവേപ്പിലയും ചുമന്ന മുളകൊക്കെ കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് നമ്മുടെ വഴുതനങ്ങ കട്ട് ചെയ്ത വഴുതനങ്ങയൊക്കെ ഇട്ട് ഒരു അല്പനേരം മൂടി വെച്ചാൽ മതിയാവും. 1/2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് ഞാനിപ്പോൾ ഇത് മൂടി വയ്ക്കുന്നുണ്ട്. 2 മിനിറ്റിന് ശേഷം തന്നെ വഴുതനങ്ങ എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ടാവും. ഇപ്പോൾ ചട്ടിയുടെ പകുതിയോളം മാത്രമേ വഴുതനങ്ങയുള്ളൂ. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ചുമന്ന മുളക് ഇടിച്ചതും കൂടി ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ വഴുതനങ്ങ മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഒരു ഊണിനായി ചൂട് ചോറിൻ്റെ കൂടെ വെള്ളരിക്ക മുരിങ്ങയില പച്ചടിയും വഴുതനങ്ങ മെഴുക്ക് പുരട്ടിയും കൊണ്ടാട്ടം മുളകും പപ്പടവുമാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പിയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഷെയർ ഹാപ്പിനെസ്, സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.